ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും ഒരു ഹാപ്പി വെള്ളിയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഓട്സ് കൊണ്ടുള്ള ഉപ്മാവ് ഉണ്ടാക്കുന്ന വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ നമുക്ക് വീഡിയോ കണ്ടിട്ടുണ്ട്. അതിനായിട്ട് നമ്മൾ ട്രൂ എലമെൻസിൻ്റെ റോൾഡ് ഓട്സ് ആണ് കേട്ടോ എടുത്തേക്കുന്നത്. ഈ ഓട്സ് തന്നെ ഇപ്പോൾ പല വിധം ഉണ്ടല്ലോ. ഇൻസ്റ്റൻറ്റ് ഓട്സ് ഉണ്ട്, ഇത് റോൾഡ് ഓട്സ് ആണ് കേട്ടോ. പിന്നെ അതിനേക്കാളും കുറച്ചും കൂടി ന്യൂട്രിയൻസ് വാല്യൂ ഉള്ളത് സ്റ്റീൽ കട്ട് ഓട്സ് എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഒരു ഓട്സ് ഉണ്ട് കേട്ടോ. അപ്പം നമ്മളിവിടെ റോൾഡ് ഓട്സ് ആണ് എടുത്തേക്കുന്നത്. ഇത് ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളും കുറച്ചുകൂടെ ന്യൂട്രിയൻസ് വാല്യൂ ഉള്ള ഓട്സാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് ഈ ഓട്സിനെ ജസ്റ്റ് ഒന്ന് വറുത്തെടുക്കണം കേട്ടോ. ഞാനിവിടെ 1 കപ്പ് ഓട്സാണ് എടുത്തേക്കുന്നത്. അത് ഞാനൊരു ചീനച്ചട്ടി അടുപ്പിൽ വെച്ച് ചൂടായപ്പോൾ അതിട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഒരു 2-3 മിനിറ്റ് ജസ്റ്റ് ഗ്യാസ് സിമ്മിലാക്കിയിട്ട് ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കാം. ഇങ്ങനെ വറുത്തെടുക്കുന്നത് എന്തിനാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ ഒരു പശിമ, ഒരു ഒട്ടൽ, അതിങ്ങനെ നമ്മൾ ഉപ്മാവൊക്കെ ഉണ്ടാക്കുമ്പം അതിങ്ങനെ കുഴഞ്ഞു പോകാതിരിക്കാനായിട്ടാണ് ഇങ്ങനെ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വറുത്തെടുക്കണത്. ഓട്സിൽ ഗോതമ്പിന് അടങ്ങിയിട്ടുള്ളതിനേക്കാളും കാൽസ്യം, പ്രോട്ടീൻ, ഇരുമ്പ്, സിങ്ക്, വിറ്റാമിൻ ഇ, തയാമിൻ, അങ്ങനെ കുറേ ന്യൂട്രിയൻസ് വാല്യൂ ഉള്ള ഒരു സംഭവമാണ് കേട്ടോ നമ്മുടെ ഓട്സ്. അപ്പോൾ നമ്മൾ ആ ഓട്സ് നമ്മൾ വറുത്ത് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഉപ്മാവ് ഉണ്ടാക്കാനായിട്ട് നമ്മൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് ക്യാരറ്റ്, സവോള, പിന്നെ 2-3 പച്ചമുളക്, ഇഞ്ചി, കറിവേപ്പില, അതെല്ലാം ചെറുതായിട്ട് നുറുക്കി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വെച്ചിട്ട് കുറച്ച് വെളിച്ചെണ്ണയാണ് കേട്ടോ ഞാൻ ഒഴിച്ചേക്കുന്നത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് അത് ചൂടായി വന്നപ്പോൾ കുറച്ച് കടുകും ഉഴുന്നുപരിപ്പും ഇട്ട് അത് ചെറുതായിട്ട് ആ കടുകൊന്ന് പൊട്ടി പിന്നെ ആ ഉഴുന്നുപരിപ്പ് ഒന്ന് ചെറുതായിട്ട് കളറൊന്ന് മാറി വരട്ടെ, അതുവരെ നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ആ കടുകൊക്കെ ഒന്ന് പൊട്ടി ആ ഉഴുന്നുപരിപ്പൊക്കെ ഒന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് ഇഞ്ചിയാണ് ഇട്ട് കൊടുക്കണം. ഇഞ്ചി ഇട്ട് കൊടുത്ത് പിന്നെ നമ്മൾ പച്ചമുളക് ഇട്ട് കൊടുത്തു. അത് ചെറുതായിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വരട്ടെ. ഇനി ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന കറിവേപ്പില ഇട്ട് കൊടുക്കാം. അതും ഒന്ന് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് ഇനി ഇട്ട് കൊടുക്കാൻ പോണത് സബോളയാണ്. ഒരു സബോളയാണ് കേട്ടോ, ഒരു മീഡിയം സൈസ് സബോളയാണ്. അത് ചെറുതായി നുറുക്കിയത് അത് ഇട്ട് കൊടുത്ത് അത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. അപ്പോൾ ആ സവോളയൊക്കെ ചെറുതായിട്ടൊന്ന് വഴന്ന് വന്നിട്ടുണ്ട്. ചെറുതായിട്ടൊരു ട്രാൻസ്പെറൻ്റായി വന്നാൽ മതി. ഇനി നമുക്കിതിലേക്ക് നമ്മൾ നേരത്തെ നുറുക്കി വെച്ചിരുന്ന നമ്മുടെ ക്യാരറ്റ് ഇട്ട് കൊടുക്കാം. ക്യാരറ്റ് ഇട്ട് കൊടുത്ത് ഇളക്കി നന്നായിട്ട് യോജിപ്പിച്ച് അതും ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. എന്നിട്ടാണ് നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത് കേട്ടോ. ഇവിടെ ഞാൻ 1 കപ്പ് ഓട്സാണ് എടുത്തേക്കുന്നത്. അതുകൊണ്ട് തന്നെ അതേ സെയിം അളവ് കപ്പിലാണ് വെള്ളം ഒഴിച്ച് കൊടുക്കേണ്ടത്. ഇപ്പോൾ ക്യാരറ്റൊക്കെ നന്നായിട്ട് മിക്സായിട്ട് ജസ്റ്റ് ഒന്ന് വഴന്ന് വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. നമ്മളിവിടെ എടുത്തേക്കുന്നത് റോൾഡ് ഓട്സാണ് കേട്ടോ. അപ്പോൾ അത് കുറച്ച് വേവാനായിട്ട് ഇത്തിരി ടൈമും വേണം. അപ്പോൾ അതുകൊണ്ടാണ് 1 കപ്പിന് 1 കപ്പ് വെള്ളം എന്നുള്ള റേഷ്യോ എടുത്തത്. നമ്മൾ ഇൻസ്റ്റൻറ്റ് ഓട്സ് ആണെങ്കിൽ 1/2 കപ്പ് വെള്ളമായാലും മതി കേട്ടോ. അപ്പം നമ്മൾ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ആവശ്യത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കി കൊടുക്കുക. ഇനി ആ വെള്ളം ഒന്ന് തിളച്ച് വരുമ്പോൾ നമുക്ക് ഓട്സ് ഇട്ട് കൊടുക്കാം. അപ്പോൾ അതേ വെള്ളം നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിവിടെ വറുത്ത വെച്ചിരുന്ന ഓട്സ് ഇവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്ക് ഇട്ട് കൊടുക്കാം. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. അത് ഓട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പം നമ്മൾ തിളച്ച് കഴിഞ്ഞ് ഓട്സ് ഇട്ട് കൊടുത്ത് ഇളക്കി യോജിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സിമ്മിലേക്ക് മാറ്റാം കേട്ടോ ഗ്യാസ്. എന്നിട്ട് അടച്ചു വെച്ച് കൊടുക്കുക കേട്ടോ. അടച്ചു വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കാം. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു കേട്ടോ. അപ്പം നമുക്ക് അടപ്പ് തുറന്ന് നോക്കാം. അപ്പോൾ അതേ കുറേശ്ശെ വെള്ളമൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് വറ്റി തുടങ്ങിയിട്ടുണ്ട്. കുറേശ്ശെ വെന്തും വന്നിട്ടുണ്ട്. ഈ റോൾഡ് ഓട്സ് ആയ കാരണം കേട്ടോ കുറച്ച് വേവുള്ളത്. ഇനി നമുക്ക് ഇതേ കുറച്ചും കൂടെ വെള്ളം ഒന്ന് വറ്റാനുണ്ട്. പക്ഷേ അത് വേണ്ടോ, അല്ലാണ്ട് കുഴഞ്ഞ് മറ്റേ ഓട്സ് ആണെങ്കിൽ ഈ സമയം കൊണ്ട് അതിങ്ങനെ കുഴഞ്ഞിതായേനെ കണ്ടോ. നമ്മൾ വറുത്ത് ഇട്ട കാരണം പിന്നെ ഈ റോൾഡ് ഓട്സ് ആയ കാരണം അങ്ങനെ കുഴഞ്ഞൊന്നും പോവില്ല കേട്ടോ. അപ്പോൾ നമുക്കൊന്നും കൂടെ ഒന്ന് അടച്ചു വെച്ച് ആ വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ച് ഒന്ന് ചെറുതായിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. ഇപ്പം എന്തേ ആ വെള്ളമൊക്കെ വറ്റി അത് വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. കണ്ടോ കുഴഞ്ഞൊന്നും പോവാണ്ടിരിക്കുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ഒന്ന് വെള്ളം ഇതേപോലെ ഈ കുഴഞ്ഞൊരു പരുവത്തിലാണ് നമുക്കെന്നെങ്കിൽ ഇപ്പോൾ എടുക്കാം. അല്ലെങ്കിൽ ഇനി ഒന്നും കൂടെ ഒന്ന് വെള്ളം വറ്റണമെങ്കിൽ നമുക്ക് തുറന്ന് വെച്ച് ഇനി അടയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഇനി തുറന്ന് വെച്ച് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ അതേ നന്നായിട്ട് അതിൻ്റെ വെള്ളമൊക്കെ വറ്റിയിട്ട് നല്ല ഇതായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ ഓട്സ്. ഇനി ഇങ്ങനെ തന്നെ നമുക്ക് ഉപയോഗിക്കാം. അല്ലെങ്കിൽ വേണമെങ്കിൽ നാളികേരം ചേർക്കണമെങ്കിൽ ചേർക്കാം കേട്ടോ. ഞാനിപ്പോൾ ഇവിടെ കുറച്ച് നാളികേരം ചേർക്കുന്നുണ്ട്. അപ്പോൾ അതിനായിട്ട് ചിരകി വെച്ച നാളികേരം കുറച്ച് ഞാൻ ഇടുന്നുണ്ട് കേട്ടോ. ഇനി നാളികേരം ഇട്ട് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കാം. ഇപ്പം നമ്മൾ ആ നാളികേരമൊക്കെ ഇട്ട് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. നല്ല ഉലർന്ന് തന്നെ വന്നിട്ടുണ്ട് ഓട്സ് ഉപ്മാവ്. അപ്പം നമ്മളുടെ സ്വാദിഷ്ടമായ ഓട്സ് ഉപ്മാവ് ഇവിടെ റെഡി ആയിരിക്കുകയാണ് കേട്ടോ. വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാം. ഒരു 5-10 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഉപ്മാവാണ്. അതുപോലെ തന്നെ ധാരാളം പോഷകഗുണങ്ങൾ അടങ്ങിയ ഈ ഓട്സ് ഉപ്മാവ് ഷുഗർ, കൊളസ്ട്രോൾ അസുഖമുള്ള ആൾക്കാർക്കൊക്കെ ഡയറ്റിൽ ഒരു നേരത്തെ ആഹാരമായിട്ട് ഉൾപ്പെടുത്താൻ പറ്റിയൊരു
ഉപ്മാവാണ് കേട്ടോ ഇത്. അതുപോലെ തന്നെ വെയിറ്റ് ലോസ് ആഗ്രഹിക്കുന്നവർക്കും അവരുടെ ഡയറ്റിൽ ഉൾപ്പെടുത്താൻ പറ്റിയൊരു വിഭവമാണ് ഈ റോൾഡ് ഓട്സ് കൊണ്ടുണ്ടാക്കിയ ഉപ്മാവ്. ഇൻസ്റ്റൻറ്റ് ഓട്സിനേക്കാളും കുറച്ചും കൂടെ ന്യൂട്രീഷൻ വാല്യൂ ഉള്ളതാണ് ഈ റോൾഡ് ഓട്സ്. അപ്പോൾ ഇന്നത്തെ റോൾഡ് ഓട്സ് വെച്ചുള്ള ഉപ്മാവിൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി. താങ്ക്